ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സാറ്റ് റിബൺ വെച്ചിട്ട് ഈസി ആയിട്ട് ബോ ഉണ്ടാക്കാം. ഈ വീഡിയോയിൽ ഞാൻ 4 ടൈപ്പ് ബോയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബോ ഉണ്ടാക്കാൻ ഞാൻ 2 കളറിലെ സാറ്റ് റിബൺ എടുത്തിട്ടുണ്ട്, ഗ്രീനും റെഡും. അതിൽ ഗ്രീനിനേക്കാളും വീതി കുറവാണ് റെഡിന്. 2 റിബണും ഞാനിവിടെ 50 സെൻറ്റിമീറ്റർ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ബോയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മുടെ ഈ 2 വിരലില്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ ബോ ഉണ്ടാക്കുന്നത്. 2 ബോയും ഒരുമിച്ച് വെച്ച് നമ്മുടെ 2 വിരലിൽ കൂടിയും ചുറ്റി എടുത്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ബോയുടെ താഴ്ഭാഗം നിങ്ങൾക്ക് ഒരുമിച്ച് വന്നില്ല, അത് ഒരുമിച്ച് തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ശരിക്കും ഇരുന്നോളൂ. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു മുത്ത് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ ഫസ്റ്റ് ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതൊരു സിമ്പിൾ ബോ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ റെഡ് സാറ്റ് റിബണാണ് എടുത്തേക്കുന്നത്. അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയിട്ട് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ബോ ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്ക് കെട്ടിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ചെറിയ പോംപോമാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇനി ബോയുടെ 2 അറ്റത്തും അതൊന്ന് മടക്കിയിട്ട് ബോ 2 മടക്കിയിട്ട് ഒന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ 2ാമത്തെ ബോയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 3ാമത്തെ ബോ ഉണ്ടാക്കാം. ബോ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മുടെ ബോ മടക്കിയൊക്കെ വയ്ക്കുമ്പോൾ ഇതുപോലെ ചുക്കി ചുളിഞ്ഞൊക്കെ ഇരിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. ചുളിയൊക്കെ മാറി നല്ല പുത്തം പോലെ ആയി കിട്ടും. നമ്മൾ 4 പെറ്റൽസ് വന്ന ബോയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനും ഈ 2 വിരൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ 2 ചുറ്റിൽ വിരലിൽ ചുറ്റിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടി എടുത്തിട്ട് മോളിൽ കൂടി കൊണ്ടുവന്ന് കെട്ടിട്ട് കൊടുക്കണം. കെട്ട് നന്നായി മുറുകിയതിന് ശേഷം ഉള്ളിലുള്ള പെറ്റൽ പുറത്തേക്ക് വലിച്ചെടുക്കണം. ഇനി ബോയുടെ താഴ്ഭാഗം നമ്മുടെ ആവശ്യത്തിന് നീളം വെച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ താഴത്തെ ഭാഗം 2 മടക്കിയിട്ട് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഈ ബോയുടെ സെൻറ്ററിൽ നമുക്കൊരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ബോ ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മുടെ 4 വിരലിലും കൂടി അടുത്ത ബോ ചുറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നൂല് വെച്ച് കെട്ടിട്ട് കൊടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു സ്റ്റോൺ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പണ്ടൊരിക്കൽ ചെയ്ത ബോ ആണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്